ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 26 അധ്യായം 21 വാക്യം. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. വളരെ വേദനയോടുകൂടി ഈശോ പറയുന്ന ഒരു വാക്യമാണിത്. പെസഹ ആചരണത്തില് ആ ഒരു നിമിഷം ഈശോ തൻ്റെ ഒരു വേദന തൻ്റെ ശിഷ്യന്മാരോട് പറയതേ, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. 3 വർഷക്കാലം ഈശോയുടെ ഒപ്പം നടന്നവൻ, ഈശോ ചെയ്ത ഓരോ അത്ഭുതങ്ങളും കണ്ടവൻ, ഈ അത്ഭുതങ്ങളുടെ ഫലം അനുഭവിച്ചവൻ, ഇങ്ങനെയുള്ള ഒരു വ്യക്തി അവനെ ഒറ്റിക്കൊടുക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തു. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ഈശോ പറയുമ്പോൾ നമ്മെ നോക്കിയും ഈശോ പറയുന്നുണ്ട്, ദേ നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. നമ്മുടെയും ജീവിതത്തില് ഇഷ്ടംപോലെ നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ പല കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്ന, ഒറ്റിക്കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ യൂദാസിനെ പോലെ നമ്മുടെ ജീവിതത്തിലും നാമും ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്, തള്ളിപ്പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധനം. എത്രയോ അനുഗ്രഹങ്ങളല്ലേ എൻ്റെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ളത്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ ദൈവം എന്നെ കരുതി കാത്തു പരിപാലിച്ചിട്ടുണ്ടല്ലേ. അത്രയേറെ സ്നേഹം എൻ്റെ ദൈവം എന്നോട് കാണിക്കുമ്പോഴും എൻ്റെ ജീവിതത്തില് ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ സ്വാർത്ഥതയോടുകൂടി ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്ത് കടന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവയൊക്കെ ഓർത്ത് ഒന്ന് മനസ്തപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ ഒരിക്കലും എന്നെ നോക്കി ഈ ഒരു വചനം പറയാനായിട്ട് ഇടയാവരുത്. ദൈവത്തിന് ജീവിതത്തില് പ്രമുഖ സ്ഥാനം കൊടുക്കാനായിട്ട്, ഭൗതികമായ നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയാതെ, ഒറ്റിക്കൊടുക്കാതെ, ആഴമായ വിശ്വാസത്തോടുകൂടി എപ്പോഴും അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.